വെൽക്കം ബാക്ക്. PCB ഡിസൈനിങ് ആണ്. PCB ഡിസൈനിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾക്ക് ഒരു PCB ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എക്സ്പ്രസ് PCB ആണ്. ഇതൊരു ഫ്രീ വെയർ PCB ഡിസൈനിങ് ടൂളാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഡിപ് ട്രേസ് കിട്ടും, പിന്നെ ഓർക്കാഡിൻ്റെ, ഈഗിളിൻ്റെ എല്ലാം കിട്ടും. അപ്പോൾ എല്ലാം ഫ്രീ വെയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവണമെന്നില്ല. എക്സ്പ്രസ് PCBൻ്റെ പ്രത്യേകത നമ്മൾക്കിത് വളരെ ഈസി ആയിട്ട് ഡിസൈനിങ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. എങ്കിലും എക്സ്പ്രസ് PCB പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ഡിപ് ട്രേസ് ആണെങ്കിലും ഈഗിൾ ആണെങ്കിലും ഒരു സെയിം പാറ്റേൺ ആണ്, ബേസിക്സ് സെയിം ആണ്, നമ്മളുടെ ഔട്ട്പുട്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ തെങ്ങിൽ കയറി കഴിഞ്ഞാൽ പനയിലും കയറാൻ പഠിക്കാം എന്നുള്ള പോലെ ഒരു മെത്തേഡ് ആയിരിക്കും. ഇവിടെ നമ്മൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ഒരു സർക്യൂട്ട്, ഇത് കുറച്ച് കോംപ്ലക്സ് ആയതുകൊണ്ട് ആദ്യമേ നമുക്കൊരു ചെറിയ ഡിസൈനിൽ പിടിക്കാം. നമുക്ക് ഈ കുഞ്ഞു LED ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ LED ടോർച്ച് ഉണ്ടാക്കാം. അതിൻ്റെ ഡിസൈൻ ഈ വീഡിയോയിൽ ചെയ്യാം. നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന സോഫ്റ്റ്വെയർ എക്സ്പ്രസ് PCB ആണ്. നമ്മൾക്കൊന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം. എക്സ്പ്രസ് PCB റിസൾട്ടിൽ ഫസ്റ്റ് വന്ന ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണുന്നുണ്ട്. ഡൗൺലോഡ് ഹിയറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഡൗൺലോഡായി. ഓക്കെ, ഡൗൺലോഡ്സിൽ കിടക്കുന്നുണ്ട്. സിപ്പ് ഫയലാണ്. നമുക്കിതിനെ എക്സ്ട്രാക്ട് ചെയ്യാം. exe ഫയൽ ഓടിക്കാം. ഇൻസ്റ്റാളേഷൻ വളരെ സിമ്പിളാണ്. വെറുതെ നെക്സ്റ്റ് അടിച്ച് പോകാനുള്ള ഇൻസ്റ്റാളേഷനേ ഉള്ളൂ. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിൽ നമ്മൾക്ക് ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഷോർട്ട് കട്ട് വരുന്നുണ്ട്. എക്സ്പ്രസ് PCB ലേഔട്ട്, നമ്മൾ ലേഔട്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഇതൊരു ചെറിയ സർക്യൂട്ട് ആയതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു ഡയഗ്രാം ഒന്നും വരയ്ക്കുന്നില്ല, ഡയറക്റ്റ് PCBയിലേക്കാണ് പോകുന്നത്. ന്യൂയിലേക്ക് വരാം. അപ്പോൾ ന്യൂ പ്രോജക്റ്റ്, ഇതിനകത്ത് പാർട്ട് നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇവിടെ ഒരു നെയിം തന്നെ കൊടുക്കാം. ടോർച്ച് 01 എന്ന് കൊടുത്തിട്ടുണ്ട്. റിവിഷൻ ചോദിച്ചു, 1.0 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡബിൾ സൈഡ്, ഇതെല്ലാം ഡീഫോൾട്ടായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി ഡോക്യുമെൻറ്റേഷനും റൂൾസും ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട, ബൈ ഡീഫോൾട്ട് ഉള്ളതിരിക്കട്ടെ. ഇനി ഓക്കെ കൊടുക്കാം. ഇനി നമ്മൾക്ക് ആക്ച്വലി ഒരു PCBയിൽ വരുന്ന ബേസിക് 2 കോമ്പോണൻസ് ആണ്. ഒന്ന് ഈ പാഡ്, ഓക്കെ, ഈ രണ്ടാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരു പാഡ് വന്നു അല്ലേ. ഇതാണ് ഒരു പാഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സാധനം, ഞാൻ 2 പാഡ് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ സാധനം ട്രേസ് ആണ്. ഇതാണൊരു ട്രേസ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആകെ ഈ PCB ഡിസൈൻ്റെ ബേസിക് 2 എലമെൻറ്റ് ഈ പാഡും ട്രേസുമാണ്. നമ്മളുടെ പ്രോജക്റ്റിനകത്ത് കോമ്പോണൻസ് വരുന്നത് ഒരു LED, ഒരു സ്വിച്ച്, പിന്നെ ഒരു ബാറ്ററി ഹോൾഡർ. ഇത് ലിഥിയം സെല്ലിൻ്റെ ബാറ്ററി ഹോൾഡറാണ്. അപ്പോൾ ലിഥിയം സെല്ലിൻ്റെ ബാറ്ററി ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഞാനത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. അതിൻ്റെ കാരണം നമ്മൾക്ക് അങ്ങനെ പറഞ്ഞാൽ പോരാ, നമുക്കൊരു പേര് കിട്ടണം. ഓക്കെ, അപ്പോൾ ലിഥിയം സെൽ, ഇത് തന്നെ ആക്ച്വലി 3 വോൾട്ടിൻ്റെ ലിഥിയം സെല്ലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിലെല്ലാം സ്റ്റാൻഡേർഡായിട്ടൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലേ, CR2032. ഇത് വെച്ചിട്ട് നമ്മൾക്ക് സെർച്ച് ചെയ്യാം. ഇവിടെ കോമ്പോണൻസ്, ഓക്കെ, പാർട്ടിൽ മോർ പാർട്സ് ഇൻ ലൈബ്രറി എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഇവിടെ 2032 അല്ലേ, അതെ 2032. കാറ്റഗറി ഓൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. 2032 അടിച്ചിട്ട് എൻ്റർ കൊടുത്തു. ഇവിടെ ഒരു കോമ്പോണൻറ്റ് വന്നിട്ടുണ്ട്, കോയിൻ സെൽ ഹോൾഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോയിൻ സെൽ ഹോൾഡർ എന്നാണ് ഇതിനകത്ത് സോഫ്റ്റ്വെയറിനകത്ത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി സെർച്ച് ചെയ്യാം. കോയിൻ സെൽ എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 2 സെർച്ച് റിസൾട്ട് ഉണ്ടല്ലേ. നമുക്ക് ഒന്നാമത്തെ ക്ലിക്ക് ചെയ്ത് നോക്കാം. അവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടിങ്ങനെ വരും. ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോണൻറ്റ് ഇവിടെ പ്ലേസ് ആയി. ഇനി വീണ്ടും പാർട്ടിൽ പോയി നോക്കിയാൽ മോർ പാർട്സ് ഇൻ ലൈബ്രറി, സെർച്ചിൽ കോയിൻ സെൽ, എൻ്റർ അടിക്കുക. നമുക്ക് ആവശ്യം ആ രണ്ടാമത്തെ റിസൾട്ട്. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്നിട്ട്
നമ്മൾ കോമ്പോണൻറ്റ് പ്ലേസ് ചെയ്തു. ഇനി ഈ കോമ്പോണൻറ്റിനെ പറ്റി നമുക്ക് നോക്കാം. നമ്മളുടെ ആക്ച്വലി ഉപയോഗിക്കുന്ന ബാറ്ററി ഹോൾഡറിൻ്റെ പിൻ ടു പിൻ ഡിസ്റ്റൻസ് 20 mm ആണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എത്രയുണ്ടെന്ന് നോക്കാം. ഇത് നമ്മൾക്ക് ഇങ്ങനെ 0ലേക്ക് പ്ലേസ് ചെയ്ത് വയ്ക്കാം. ഇതാണ് എക്സ് ആക്സിസിൽ 0. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എഴുതി കാണിക്കുന്നുണ്ട്. എക്സ് ആക്സിസ് താഴെ നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആക്സിസും വൈ ആക്സിസും എഴുതി കാണിക്കുന്നുണ്ട്. 27 ആണ് വരുന്നത്. എന്തായാലും 27 നമുക്ക് ആപ്റ്റല്ല. അപ്പോൾ നമ്മൾക്ക് ഇതിനെ അല്ലെങ്കിൽ അടുത്ത കോമ്പോണൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനെ വന്നിട്ട് ഇതിൻ്റെ ഫസ്റ്റ് പിന്നിനെ 0ലേക്ക് അലൈൻ ചെയ്ത് വെച്ചു. സെക്കൻഡ് പിന്ന് വരുന്നത് 7.3യിലേക്കാണ് വരുന്നത്. അതും നമുക്ക് ആപ്റ്റല്ല. നമുക്ക് 20 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇതിലേതെങ്കിലും ഒരു കോമ്പോണൻറ്റിനെ എഡിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. രണ്ടിനെയും നമ്മൾക്ക് യൂസ് ചെയ്തിട്ട് ഒരു കോമൺ സാധനം ഉണ്ടാക്കാം. ഞാനിതിനെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്തു. ഇതിനെയും ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്തു. ഇനി എനിക്ക് ആവശ്യമില്ലാത്തെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇത് ആവശ്യമില്ല, ഡിലീറ്റ്. ഇത് ആവശ്യമില്ല, ഡിലീറ്റ്. ഇതൊന്നും ആവശ്യമില്ല, ഡിലീറ്റ്. നമുക്ക് ഈ ഒരു സാധനം, അതായത് ഈ ഒരു പാർട്ട് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആവശ്യമില്ല. നമ്മൾക്ക് ഇങ്ങനെയാണ് ആക്ച്വലി നമ്മളുടെ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് ഡയമെൻഷൻസ് എല്ലാം കറക്റ്റ് ചെയ്യാം. ഈ പാർട്ടിന് ഇപ്പോൾ നിൽക്കുന്ന XY നോക്കാം. എക്സിൽ 0 ആണ്, Y 40യിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം Y 40യിലാണ്. Y 40.5, അതിനെ 40.0 ആക്കിയിട്ടുണ്ട്. ഇതും Y 40.0 ആക്കാം. ഇനി 40, ഓക്കെ. ഇവിടെ ഇതിൻ്റെ എക്സ് ആക്സിസ് നോക്കുകയാണെങ്കിൽ ഇത് 0യിലും ഇത് 13ലുമാണ്. നമുക്ക് ആവശ്യം 20 ആണ്. അപ്പോൾ ഇവിടെ 20 ആക്കി കൊടുക്കാം. ഇതാണ് നമ്മളുടെ പിൻ ടു പിൻ ഡിസ്റ്റൻസ്. നമുക്ക് ഈ പിന്നിനെ 2.2 mm ഡയമീറ്ററൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതിനെ ഒരു 3.3 ആക്കാം. കുറച്ച് വലുതിരിക്കട്ടെ. ഹോൾ സൈസ് വന്നിട്ട് 0.75 നമുക്ക് ഓക്കെ ആണ്. ഇതും സെയിം നമുക്ക് 3.3 ആക്കി. ഓക്കെ, ഇതിൻ്റെ ഹോൾ സൈസ് നമുക്ക് 0.737 തന്നെ മതി. ഓക്കെ, ഇവിടെ 1.3 ആയിരുന്നു അല്ലേ. 0.889 അതായിരിക്കും നമുക്ക് കറക്റ്റ്. ഇതിനകത്തും 0.889 കൊടുക്കാം. ഇപ്പോൾ ഇത് കുറേ വലുതാക്കാനുണ്ട്. ഓക്കെ, ഇത് ഇവിടെ വരാനുണ്ട്. കീബോർഡിൽ നാവിഗേഷൻ ബട്ടൺ അമർത്തിയിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ സർക്കിൾ നോക്കാം. ഇതിനെപ്പറ്റി നമുക്ക് എന്തൊക്കെ അവൈലബിൾ ആണ്? എക്സ്, വൈ, വിഡ്ത്ത്, ഹൈറ്റ് അല്ലേ. നമ്മൾക്ക് പിൻ ടു പിൻ 20 ആയതുകൊണ്ട് നമ്മൾക്ക് ഇതിനെ 22 ആക്കാം ഡയമീറ്റർ. ഇപ്പോൾ 14.8 ആയിരിക്കുന്നത്. 22 20 കൂടിപ്പോയി. 22 ഇപ്പോൾ ഓവൽ ഷേപ്പായി. 22 ഓക്കെ, ഇപ്പോൾ സർക്കിളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ XY ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആക്കണം. ഇവിടെ -3 എന്ന് പറയുന്നു. അതിനെ -1 ആക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. -1 നമുക്ക് കുറച്ചുകൂടി ലെഫ്റ്റ് അലൈൻ ചെയ്യാം. -3 കറക്റ്റ് ആയിരിക്കും. ഇനി ഇത് 47 എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ആക്ച്വലി ഇരിക്കുന്നത് 40യിലാണ്. ഇനി ഇതിലേക്ക് അലൈൻ ചെയ്ത് വരണമെങ്കിൽ മുകളിലേക്ക്. ഇത് 22 ആയതുകൊണ്ട് 40 + 11, 22ൻ്റെ ഹാഫാണ് 11.
40 പ്ലസ് ഇവിടെ 40 40 പ്ലസ് 11 51. ഇവിടെ 51 കൊടുത്ത് നോക്കാം. ഓക്കെ, 51 കൊടുത്തപ്പോൾ കറക്റ്റ് അലൈൻ ആയിട്ടുണ്ട്. ഇനി ഈ ഒരു സെറ്റ് നമ്മൾക്ക് ചുമ്മാ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് കാണുമ്പോൾ സാറ്റിസ്ഫൈഡ് ആവുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി ഈ ടോട്ടൽ സാധനത്തിനെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതൊരു കോമ്പോണൻ്റായി. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് കോമ്പോണൻ്റ് റെഡി. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഇത് 2 എണ്ണം വേണം. ഓക്കെ, Ctrl+C Ctrl+V പേസ്റ്റ് ആയിട്ടുണ്ട്. അതിനെ ഡ്രാഗ് ചെയ്ത് മാറ്റിയാലേ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് രണ്ടും ഒരേ ലൈനിൽ 2 സെൽ ഹോൾഡർ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു സ്വിച്ചും ഇവിടെ നമ്മളുടെ ടാക്റ്റൈൽ സ്വിച്ചാണ്. ടാക്റ്റൈൽ സ്വിച്ച് പാർട്ടിൽ പോയിട്ട് മോർ പാർട്സിനകത്ത് കാറ്റഗറി ഓളിൽ ഫൈൻഡിനകത്ത് ടാക്റ്റൈൽ എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിച്ചു. സെർച്ച് റിസൾട്ട് വന്നത് ടാക്റ്റൈൽ സ്വിച്ച് തന്നെയാണ്, പക്ഷേ നമ്മളുടെ ടൈപ്പ് അല്ല. ഇതിനകത്ത് 4 പിന്നുണ്ട്, മാത്രമല്ല SMD ടൈപ്പാണ്. നമുക്കിത് വേണ്ട. ഓക്കെ, നമ്മൾക്കപ്പോൾ ഒരെണ്ണം ഇവിടെ നമ്മൾക്ക് ഉണ്ടാക്കേണ്ടി വരും. പകരം നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ പാർട്ടിൽ പോയിട്ട് മോർ പാർട്സ് ഇൻ ലൈബ്രറിയിൽ പോയിട്ട് ഇവിടെ കാണുന്ന കോമ്പോണൻസ് ഇതിനകത്ത് ഒരു കപ്പാസിറ്റർ നോക്കാം. നമ്മളുടെ സ്വിച്ച് ഏകദേശം 5 mm ആണ് ഡയ. അപ്പോൾ ഇവിടെ ഒരു 5 mm ഡയ ഉള്ള ഒരു കോമ്പോണൻറ്റ് കാണുന്നുണ്ടല്ലേ. ഓക്കെ, 6 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ബെറ്ററായി. കാരണം നമ്മളുടെ സ്വിച്ചിൻ്റെ പിൻ ടു പിൻ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? പിൻ ടു പിൻ ഡിസ്റ്റൻസ് 5 mm വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 mm കപ്പാസിറ്റർ എടുത്തിട്ട് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. എന്നിട്ട് ഇതിനെ എഡിറ്റ് ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇത് സൂമായി വന്നത്. ഓക്കെ, ഞാനിതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഈ പ്ലസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം, നമുക്കത് ആവശ്യമില്ല. ഇനി ഇതിരിക്കുന്നത് 6.3 ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിനെ 0ലേക്ക് അലൈൻ ചെയ്ത് കൊണ്ടുപോകാം. ഇതിൻ്റെ XY നോക്കുകയാണെങ്കിൽ X 0ൽ വന്നിട്ടുണ്ട്, Y 20.5ലാണ്. നമുക്ക് 20ലേക്ക് ആക്കാം. ഇതും 20ലേക്ക് ആക്കാം. ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇത് 0ലാണെങ്കിൽ ഇത് 5ലായിരിക്കണം. അപ്പോൾ ഇത് 2.5ലാണ്, നമുക്കതിനെ 5 ആക്കാം. ഇതാണ് കറക്റ്റ് ഡിസ്റ്റൻസ്. ഇനി നമ്മൾക്ക് ഈ പാർട്ടിനെ സ്ക്വയർ പാഡ് മാറ്റിയിട്ട് ഇങ്ങനെ റൗണ്ട് പാഡാക്കാം. അതിൻ്റെ ഡയമീറ്റർ നമ്മൾക്ക് ആക്ച്വലി വലിയ ഡയമീറ്റർ ആണെങ്കിൽ നമ്മൾക്ക് സോൾഡറിങ് ചെയ്യാനെല്ലാം എളുപ്പമുണ്ടാവും. ഇവിടെ വലിയ ഡയമീറ്റർ ആക്കുന്നതുകൊണ്ട് നമ്മൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വലുത് തന്നെ ആക്കാം. 2.54 ഹോൾ സൈസ് നമുക്ക് 0.889, ഇതിലും 0.889. ഇനി നമുക്ക് ഈ സർക്കിളിനെ ഒരു വലിയ ഡയ ആക്കണം. 6.3 ആണുള്ളത്, നമ്മൾക്കത് പോരാ. നമുക്കൊരു 7 ആക്കി വയ്ക്കാം. 7.0. ഓക്കെ, ഇനി ഇതിനൊന്ന് അലൈൻ ചെയ്യണം. ഇതിപ്പോൾ ഇരിക്കുന്നത് 20ലാണ്, ഇത് 23. നമ്മുടെ ഡയമീറ്റർ 7 ആയതുകൊണ്ട് 3.5 ആണ് ഹാഫ് വരുന്നത്. അപ്പോൾ 23.5 കൊടുത്താൽ കറക്റ്റ് അലൈനായിട്ട് വന്നു. ഇനി
ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് നമുക്ക് ചുമ്മാ ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന പോയിന്റിൽ വെച്ചാൽ മതി. ഇത് മൂന്നും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് വെച്ചു. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് കൊടുത്തു. ഇത് ഗ്രൂപ്പായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഭംഗിയായിട്ട് കാണാം. ഇത് സ്വിച്ചാണ്, ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. ഇനി Ctrl+R അടിച്ച് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ആയി കിട്ടും. ഇനി ഒരു റെസിസ്റ്റർ വേണം. പാർട്ടിൽ പോവുക, എന്നിട്ട് ഇവിടെ തന്നെ റെസിസ്റ്റർ കാണുന്നുണ്ട്. ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ക്വാർട്ടർ വാട്ട് റെസിസ്റ്ററാണ്, നമ്മൾക്കത് തന്നെയാണ് ആവശ്യം. ഞാനിവിടെ കൊണ്ടുവന്ന് വെച്ചു. വീണ്ടും ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് Ctrl+R. ഇനി LED വേണം. നമ്മുടെ LED ഹോൾ ഡ്രില്ല് ചെയ്ത് വെക്കുന്നതിനേക്കാളും ഇത് ഒരു പ്ലേറ്റിൽ സോൾഡറിങ് ഡയറക്റ്റ് ചെയ്ത് വെക്കുന്നതാണ് കൺവീനിയൻസ്. അപ്പോൾ നമ്മൾക്ക് 2 പ്ലേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ റെക്റ്റാങ്കിൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോയിട്ട് ടോപ്പ് കോപ്പർ മാറ്റിയിട്ട് ബോട്ടം കോപ്പർ ആക്കാം. എന്നിട്ട് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. എന്നിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. വിഡ്ത്ത്, നമ്മളുടെ LEDൻ്റെ പിന്ന് നല്ല വീതിയിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അത് തന്നെ 2 mm ഉണ്ട്. ഇനി രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 1 2 3 mm ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് 2 mm ആണ്. ഇവിടെ വിഡ്ത്ത് വന്നിട്ട് 8 വെച്ചിട്ടുണ്ട്. ഹൈറ്റാണ് നമ്മൾക്ക് മാറ്റേണ്ടത്. 2 mm വയ്ക്കുന്നുണ്ട്. 2 mm കാണുമ്പോൾ വളരെ ചെറുതായതുപോലെ ഉണ്ട്. നമ്മൾക്ക് 2.5 ആക്കാം. ഓക്കെ, ഇനി അതിനെ Ctrl+C Ctrl+V ഒന്നുകൂടി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇനി ഇതിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കാം. ഒന്നാമത്തതിൻ്റെ പൊസിഷൻ Y ഡയറക്ഷനിലാണ് നമുക്ക് അറിയേണ്ടത്. 55 ആണെങ്കിൽ രണ്ടാമത്തിൻ്റെ ഡയറക്ഷൻ 48 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സൈസ് 2.5 ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര വേണ്ടി വരും? 55 എന്ന ഈ ഡിസ്റ്റൻസ് അത് -3 കുറയ്ക്കണം. അപ്പോൾ 52 ആയി. പിന്നെ വീണ്ടും 2.5 കുറയ്ക്കണം. 52 എന്ന് 50 ആയി, 49.5 ആയി. ഇവിടെയാണ് ആക്ച്വലി 49.5 വരേണ്ടത്. 49.5 ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഈ കോമ്പോണൻസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഈ കോർണറിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇനി ടോപ്പ് ലൈൻ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ Y കിടക്കുന്ന 63-ലാണ്. നമ്മൾക്ക് ആവശ്യം ഒരു 26-ലാണ്. 26. ഓക്കെ, ഇപ്പം ആക്ച്വലി താഴേക്ക് ഫുള്ളായിട്ട് ഡ്രാഗ് ആയല്ലേ. ഇതിനെ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് ഈ സൈഡാണ് 96, ഈ സൈഡിലേക്ക് 63, അതാണ് പൊസിഷൻ. 63 ഇതിനെ 26 ആക്കുന്നു. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സെൻറ്ററിലേക്ക് ഡ്രാഗ് ചെയ്യാം. ഇനി റൈറ്റ് എൻഡ് ഇതിപ്പോൾ 96-ലൊക്കെയാണ് കിടക്കുന്നത്. നമ്മൾക്കൊരു 89-ൽ 88-ൽ കിട്ടിയാൽ മതി. ഓക്കെ, 88. ഇതും ഇങ്ങനെ ഡ്രാഗ്, ഇത് ടോട്ടലി ഡ്രാഗ് ആവാണ് ചെയ്തത്. ഇതിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഓക്കെ, സെലക്ട് ആയിട്ടുണ്ട്. 96-നെ നമുക്ക് 88.0, 1 സൈഡ് മാത്രമായിട്ടാണ് വന്നത് അല്ലേ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ഇതിനെ ടോട്ടലി സെലക്ട് ചെയ്തിട്ട് ഒന്ന് റൈറ്റ് അലൈൻ ചെയ്തിട്ട് ഇവിടെ എഡ്ജിൽ ബോർഡറിൽ ടച്ച് ചെയ്തിട്ട് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈസ് നോക്കാം. ട്രൈസ് ഇതാണ്. ഇനി ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി, മെയിനായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ബോട്ടം കോപ്പറാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെയാണ് ടോപ്പ് കോപ്പർ ഉണ്ട്, ബോട്ടം കോപ്പർ ഉണ്ട്, ടോപ്പ് സിൽക്ക് സ്ക്രീൻ ഉണ്ട്. നമുക്ക് ബോട്ടം കോപ്പറാണ് വേണ്ടത്. ഇനി ലൈൻ നമുക്ക് അത്യാവശ്യം വലുത് തന്നെ എടുക്കാം, 1.2. നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്യാം. ഇതിൻ്റെ പ്ലസ് എവിടെയാണ് വരുന്നത്? ഇവിടെ നിന്ന് കണക്ഷൻ ഇങ്ങനെ വന്നിട്ട് നമുക്ക് സ്വിച്ചിലേക്ക് പോകണം. സ്വിച്ചിൽ നിന്ന് റെസിസ്റ്ററിലേക്ക്, റെസിസ്റ്ററിൽ നിന്ന് LED, നെക്സ്റ്റ് ബാറ്ററിൻ്റെ മൈനസ് ആണ്. ഇങ്ങനെ കൊടുത്താൽ LED മൈനസിലേക്ക് വരും. മൈനസിൻ്റെ ലൈൻ മാത്രം സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് കൂട്ടാം. അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതുകൊണ്ട് 2.0. ഓക്കെ, ഒരു മിസ്റ്റേക്ക് പറ്റി, ഇതും കൂടി സെലക്ട് ആയിരുന്നു. കൺട്രോൾ സെറ്റ്, നമുക്ക് ഈ ലൈൻസ് മാത്രം മതി. 2.0 കൊടുത്തു. അപ്പം നല്ല വിഡ്ത്തായി ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റും. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്യാം. ഈ ലൈൻസ് എല്ലാം 45 ഡിഗ്രിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് നമുക്ക് പ്ലസ് മൈനസ് എല്ലാം മാർക്ക് ചെയ്യാം. ടെക്സ്റ്റ് എടുത്തു, ബോട്ടം കോപ്പറിൽ ഇവിടെ ആക്ച്വലി പ്ലസ് ആണ്. ഇത് LED പ്ലസ് ആണ്. ഇനി മൈനസ് മാർക്ക് ചെയ്യാം. മൈനസ് കൺട്രോൾ CV അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റും. അതിന് ശേഷമാണ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് പോകുന്നത്. ഇനി നമുക്ക് ടെക്സ്റ്റ്, നമുക്കിഷ്ടമുള്ളൊരു ടെക്സ്റ്റ് എഴുതാം. സ്പോക്ക് ഇന്നോവേഷൻസ് 3.2. ഓക്കെ, നമുക്കിവിടെ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് കിട്ടി. നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഇതൊരു ചെറിയൊരു മിസ്റ്റേക്ക് ആണല്ലേ. പ്ലസ് ആക്ച്വലി ഇവിടെയല്ലേ വരുന്നത്, മൈനസ് ഇവിടെയാണ്. അല്ലെങ്കിൽ LED തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. നെക്സ്റ്റ് റെസിസ്റ്ററിൻ്റെ ഹോള്, ഇത് പാഡ് കുറച്ച് ചെറുതാണ്. നമുക്കത് വലുതാക്കാം. നമുക്ക് എത്ര വലുതാക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾക്ക് സോൾഡറിങ് ചെയ്യാൻ കൺവീനിയൻ്റ് ആണ്. വേറെ തടസ്സമൊന്നും ഇല്ലെങ്കിൽ, എന്ന് വെച്ചാൽ വേറെ അടുത്ത് കൂടെ ലൈൻസ് പോയിട്ട് അതിൽ ടച്ച് ആവുക അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് വലുതാക്കാൻ പറ്റും. ഇത്രയും ഡിസൈനായി. ഇനി നമ്മൾ സേവ് ചെയ്തിട്ടില്ല, അതിനെ ഞാൻ സേവ് ചെയ്യാൻ പോകുന്നു. ഡെസ്ക്ടോപ്പിനകത്ത് ടോർച്ച് എന്ന് പേര് കൊടുത്തു. ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വേണം. നമുക്കൊരു പ്രിൻ്റ് ഔട്ടാണ്. നമുക്ക് ആക്ച്വലി ഗർബർ ഫയലൊക്കെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നമ്മൾക്കിവിടെ പ്രിൻ്റ് കൊടുത്തു. ഇവിടെ പല ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടല്ലേ, ഫോട്ടോ H, ട്രാൻസ്ഫർ H, ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇവിടെ ട്രാൻസ്ഫർ H ആണ് സെലക്ട് ചെയ്യുന്നത്. ഇൻക്ലൂഡ് സിൽക്ക് സ്ക്രീൻ അതൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, പ്രിൻ്റ് കൊടുക്കുന്നു. ഇവിടെ ഓപ്ഷൻസിൽ പോർട്രേറ്റ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല.
പ്രിൻ്റ് കൊടുത്തു. ഇവിടെ ഞാനൊരു പേര് കൊടുക്കുന്നുണ്ട്, ടോർച്ച്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ അത് വന്നിട്ടുണ്ടാവണം. ടോർച്ച് എന്ന് പറഞ്ഞിട്ടൊരു PDF ഉണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കാണുന്നത് ടോപ്പ് മാത്രമാണ്, ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ബോട്ടം, നമ്മൾ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ മിറർ ഇമേജ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഈ മിറർ ഇമേജ് നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ PCB ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഡ്രില്ലിംഗ്, എച്ചിങ്, സോൾഡറിങ് എല്ലാം ചെയ്യാൻ പറ്റും. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഡ്രില്ലിങ്ങും എച്ചിങ്ങും എല്ലാം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.